അന്തംസിന്റെ അടുപ്പക്കാർ എന്ന യോഗ്യത മാത്രം മതിയോ PSC മെമ്പർമാർക്ക്? പ്രൊഫസർ PJ കുര്യന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു. നാട്ടുകാരോട് മുണ്ടുമുറുക്കുവാനും വികസന പ്രവർത്തനങ്ങൾക്ക് ചിലവുകൾ വെട്ടിച്ചുരുക്കുവാനും ധനവകുപ്പ് ആവർത്തിക്കുമ്പോൾ അന്തംകമ്മി സർക്കാർ ഇതാ PSC ചെയർമാനും അംഗങ്ങൾക്കും യാതൊരു മാനദണ്ഡവുമില്ലാതെ ശമ്പളത്തിലും മറ്റ് ആനുകൂല്യങ്ങളിലും വലിയ വർധനവ് വരുത്തിയിരിക്കുകയാണ്. പ്രതിമാസം 4 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭായോഗം ഇപ്രകാരം ഒരു തീരുമാനം കൈക്കൊണ്ടത്. അങ്ങനെ PSC ചെയർമാന് ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ ശമ്പളം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേരളത്തിലേതെന്ന് സർക്കാർ സൗകര്യപൂർവ്വം മറച്ചുവെക്കുന്നു. ചെയർമാനും സെക്രട്ടറിയും അടക്കം 21 പേരടങ്ങുന്നതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വെറും 14 അംഗങ്ങൾ മാത്രമാണ് PSC അംഗങ്ങളായി ഉള്ളത്. കർണാടകത്തിലാകട്ടെ വെറും 13 അംഗങ്ങളും. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ പോലും വെറും 9 പേരാണ് അംഗങ്ങളായി ഉള്ളത്. ആഴ്ചയിൽ ഒരു ദിവസം വന്നിരുന്ന് സ്വറ പറഞ്ഞ് ചായയും വടയും തിന്ന് പിരിയുന്ന ഇവന്മാർക്ക് 4 ലക്ഷം രൂപയുടെ ശമ്പളം, കാറ്, വീട്, മറ്റ് നിരവധി ആനുകൂല്യങ്ങളും. കാലാവധി 6 വർഷം. 6 വർഷം വെറുതെ വന്നിരുന്നു പോയാൽ പ്രതിമാസം ലക്ഷങ്ങൾ ആജീവനാന്ത പെൻഷൻ. കോടികൾ കോഴ കൊടുത്ത് PSC മെമ്പർ എന്ന ആ പദവി മേടിക്കുവാൻ ആളുകൾ ക്യൂ നിൽക്കുവാൻ കാരണം ഇതാണ്. PSC പരീക്ഷകളിൽ തിരിമറി കാണിച്ച് പോലീസ് സേനയിൽ SI തസ്തികയിൽ ഉൾപ്പെടെ നിരവധി പേരെ ലക്ഷങ്ങൾ മേടിച്ച് ചവിട്ടിക്കയറ്റിയതായി ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യം കയറിയവർ ഇന്ന് കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും CIമാർ വരെ ആയി. ഇവരാണിന്ന് അന്തംകമ്പി സർക്കാരിന്റെ മുന്നണി പോരാളികൾ. ആ വിശദാംശങ്ങൾ പിന്നാലെ. ദിവസവും 12 മണിക്കൂറിലധികം കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആശാവർക്കർമാർ പ്രതിദിനം 213 രൂപയ്ക്ക് പണിയെടുത്ത് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ കഷ്ടപ്പെടുമ്പോൾ ഗതികെട്ട് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊരിവെയിലത്ത് രാപകൽ സമരം നടത്തുമ്പോഴാണ് അവർക്കൊരു 100 രൂപ പോലും കൂട്ടിക്കൊടുക്കാതെ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് ചായയും വടയും ഞണ്ണുവാൻ കോഴ മേടിക്കുവാൻ മാത്രമുള്ള ഒരു കമ്മീഷന് രാജ്യത്തെ പ്രധാനമന്ത്രിയേക്കാളും കൂടുതൽ ശമ്പളം കൊടുത്ത് ഉയർത്തിയത്. കോടികൾ കോഴ മേടിക്കാവുന്ന ഈ പദവി മുന്നണി അടിസ്ഥാനത്തിൽ വീതം വെച്ചാണ് വിൽക്കുന്നത്. സമസ്ത മേഖലകളും കട്ടുമുടിക്കുകയും സ്വജനപക്ഷപാതം നടത്തുകയും PSCയെ പോലും കറവപ്പശവാക്കുന്ന, എന്നാൽ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുകയും തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന അന്തംകമ്മി സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പിനെതിരെ മുൻ കേന്ദ്രമന്ത്രിയും ചീഫ് വിപ്പും രാജ്യസഭ ഉപാധ്യക്ഷനുമൊക്കെയായിരുന്ന പ്രൊഫസർ PJ കുര്യന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുന്നു. പ്രധാനമന്ത്രിയേക്കാൾ ശമ്പളം വാങ്ങുന്ന PSC ചെയർമാനും അംഗങ്ങളുമാകുവാൻ സംസ്ഥാനത്തെ ഏത് ദൈവട്ടിക്കും ഇന്ന് സാധിക്കും. അന്തംകമ്മിയോ അന്തംകമ്മികളുടെ അടുപ്പക്കാരനോ ആകണമെന്ന ആ ഒരൊറ്റ ക്വാളിഫിക്കേഷൻ മാത്രം മതിയെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. പുഷ്കരകാലത്ത് കോൺഗ്രസ് സർക്കാരിനൊപ്പം നിന്ന് ജീവിതം ആസ്വദിക്കുകയും സകല പദവികൾ നേടിയെടുക്കുകയും കൊട്ടത്തേങ്ങാപരുവമായപ്പോൾ മറുകണ്ഠം ചാടി ഡൽഹിയിൽ ഇപ്പോഴും പോയി കിടന്ന് സംസ്ഥാനത്തിന്റെ നികുതിപ്പണം വെട്ടിത്തിന്നുന്ന വെട്ടിക്കളി തിരുത്തോമ്മയ്ക്കിട്ടും അവസാനം മാന്യമായി ഒരു കൊട്ടുകൊട്ടിയിട്ടുണ്ട്. പ്രൊഫസർ PJ കുര്യന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം കാണുക. ഈ അനീതി പൊറുക്കാനാവില്ല. അരപ്പട്ടണിക്കാരും മുഴുപ്പട്ടണിക്കാരുമായ ആശാവർക്കേഴ്സ് തുച്ഛമായ ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി കൊടും ചൂടിൽ സമരം ചെയ്യുമ്പോൾ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന PSC അംഗങ്ങൾക്ക് ലക്ഷങ്ങളുടെ ശമ്പള വർധനവ് നൽകിയിരിക്കുന്നു. 6 വർഷം കഴിഞ്ഞാൽ അമിതമായ പെൻഷനും. ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാതെ സർക്കാർ സ്വന്തക്കാരായ PSC അംഗങ്ങൾക്കു വേണ്ടി സംസ്ഥാനത്തിന്റെ ധനകാര്യസ്ഥിതി പോലും പരിഗണിക്കാതെ വാരിക്കോരി നൽകിയിരിക്കുകയാണ്. ഈ തീരുമാനം ഒരിക്കലും നീതീകരിക്കുവാൻ ആവില്ല. അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണ്. ജനങ്ങളെ പരിഹസിക്കുന്നതാണ്. PSC അംഗങ്ങളുടെ യോഗ്യത എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ എന്ന യോഗ്യത മാത്രം മതിയോ? ഈ കാര്യം ഒരു ചർച്ചാ വിഷയമാക്കേണ്ടുന്നതും PSC അംഗങ്ങൾക്ക് മിനിമം യോഗ്യത നിശ്ചയിക്കേണ്ടതുമാണ്. നമ്മുടെ ഭരണഘടനയിൽ യോഗ്യതയെക്കുറിച്ച് പറയാതിരുന്നത് ഭരിക്കുന്നവർ ഔചിത്യവും നീതിബോധവും കാണിക്കും എന്നുള്ള വിശ്വാസത്താലാണ്. പക്ഷേ ഇന്ന് അതല്ലല്ലോ സ്ഥിതി. ആ കാരണത്താൽ ഈ വിഷയം ചർച്ചയാകേണ്ടതാണ്. PSCയിൽ എന്തിനാണ് ഇത്രയും അംഗങ്ങൾ? കേന്ദ്ര PSCയിൽ 10-ൽ താഴെ അംഗങ്ങളാണ് ഉള്ളത്. ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ പോലും 9 അംഗങ്ങൾ മാത്രം. PSC അംഗസംഖ്യ വർദ്ധിപ്പിച്ചത് ഏത് സർക്കാർ ആയിരുന്നാലും കേരളം പോലൊരു സംസ്ഥാനത്ത് ഈ ജംബോ PSCക്ക് ഒരു ന്യായീകരണവും ഇല്ല. PSC മെമ്പറാകുവാൻ കോഴ നൽകണമെന്ന് ചില മാധ്യമ വാർത്തകൾ വന്നിരുന്നു. ആ വാർത്തകൾ വിശ്വസിക്കാതിരിക്കുവാനാണ് എനിക്ക് താല്പര്യം. എങ്കിലും വാർത്തകൾ ശരിയാണെങ്കിൽ നാം എത്ര അധപ്പതിച്ചിരിക്കുന്നു. കോഴ കൊടുത്ത് നിയമനം വാങ്ങിയ PSC അംഗങ്ങൾ
കോഴ വാങ്ങിയാൽ അത്ഭുതപ്പെടാനില്ലല്ലോ. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന സർക്കാരിലെയും ഭരണഘടന സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് പകരം പരിമിതപ്പെടുത്തുകയാണ് സർക്കാർ ചെയ്യേണ്ടുന്നത്. നിരവധി ജോലി ചെയ്യുന്ന ആശാ വർക്കേഴ്സ് പ്രതിമാസം 10,000 രൂപയിൽ താഴെ വരുമാനം കൊണ്ട് ജീവിക്കുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങുന്നവരുടെ ശമ്പളം വെട്ടിച്ചുരുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. PSC മെമ്പർമാർ വാസ്തവത്തിൽ ശമ്പള വർധനവ് നിരാകരിക്കേണ്ടതാണ്. എൻ്റെ സുഹൃത്ത് ശ്രീ KV തോമസിനും ആ മാർഗം പരിഗണിക്കാവുന്നതാണ്. പ്രൊഫസർ PJ കുര്യന്റെ ഈ പോസ്റ്റ് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.